GCC രാജ്യങ്ങളിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ എന്താണ് അവസ്ഥ? ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇന്നും ഇറാന്റെ വ്യാപക ആക്രമണം. ഒമാനിൽ ഓയിൽ ടാങ്കർ തകർന്നു. ഫുജൈറയിലും അതായത് ഓയിൽ ഇൻഡസ്ട്രിക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ളൊരു വിവരം വരുന്നു. സൗദിയിലും കുവൈറ്റിലും US എംബസികൾ ആക്രമിച്ചു. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണ ശ്രമം തകർത്തതായി ഖത്തർ അറിയിച്ചു. അതിനിടെ ആശ്വാസമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വ്യോമഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എസ് രഞ്ജിത്ത് ദുബായിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, ദുബായിലും അബുദാബിയിലും ഒമാനിലും ഇപ്പോൾ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുണ്ട്. ജനജീവിതത്തെ അത് ആ രീതിയിലൊന്നും കാര്യമായി ഇപ്പോൾ ബാധിച്ചിട്ടില്ല. ആശങ്കയുടെ കാർമേഘം ഒഴിയുന്നു. പക്ഷേ അപ്പോഴും ചിലയിടങ്ങളിലൊക്കെ സ്ഫോടന ശബ്ദം കേൾക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നു. അമേരിക്കയുടെ അസറ്റുകളെയും അമേരിക്കയുടെ താവളങ്ങളെയുമാണ് ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ. സൗദിയുടെ ഭാഗത്തേക്ക് വലിയ ആക്രമണം ഉണ്ടാവുന്നു. ഖത്തറിന്റെ ആരോപണം ഉണ്ടാവുന്നു. ഹമദ് വിമാനത്താവളം പോലും ഇറാൻ ലക്ഷ്യമിട്ടു, പക്ഷേ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ അവരെ പ്രതിരോധിക്കുന്നുണ്ട്. എന്താണ് GCC രാജ്യങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ? അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും ഇറാന്റെ ആക്രമണമുണ്ടായി. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആക്രമണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ആക്രമണത്തിന്റെ എണ്ണം കുറവാണ്. ഒപ്പം തന്നെ അതിനു മൂലമുള്ള നാശനഷ്ടങ്ങളുടെ ഒരു തോതും കുറവാണ്. അത് വലിയൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നും UAE-യിൽ രണ്ടിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. അബുദാബിയിലും മറ്റൊന്ന് ഫുജൈറയിലുമാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണങ്ങളെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് UAE അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില സുരക്ഷാ നടപടികളൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്നും അടച്ചിടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സൗദി അറേബ്യയിലെ റിയാദിലാണ് US എംബസിയെ ലക്ഷ്യമാക്കിയുള്ള ഒരു ആക്രമണം ഉണ്ടായത്. 2 ഇറാനിയൻ ഡ്രോണുകളാണ് എംബസി കെട്ടിടത്തിൽ ആക്രമണം നടത്തിയത്. ഇതുപരമായി പരിമിതമായ തീപിടുത്തം, ചെറിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. എന്നാൽ ഈ ആക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് സൗദിയും വ്യക്തമാക്കുന്നു. മറ്റൊന്ന് ഖത്തറിലും ഇന്ന് ആക്രമണമുണ്ടായി. ഖത്തറിൽ 2 ബാലിസ്റ്റിക് മിസൈലുകൾ നിർവീര്യമാക്കിയെന്ന് ഖത്തർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിൽ അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള മേഖലകളിൽ ഇന്നും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരുന്നു. ഒരു സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഇന്നും ഈ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയത്. കുവൈറ്റിലും ഇന്ന് US ബേസിന് നേർക്ക് ആക്രമണമുണ്ടായി. സംഘർഷ സാഹചര്യത്തിൽ കുവൈറ്റിലെ അമേരിക്കൻ എംബസി അടച്ചിടുകയും ചെയ്തു. താൽക്കാലികമായി അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതായാണ് ഇപ്പോൾ എംബസി അറിയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബഹ്റിനിലേക്ക് വന്നാൽ ബഹ്റിനിൽ എയർബേസിൽ ഇന്ന് പുലർച്ചെ 20 ഡ്രോണുകൾ എത്തിയതായി ഔദ്യോഗികമായി തന്നെ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 മിസൈൽ ആക്രമണങ്ങളും ഉണ്ടായി. മിസൈൽ ആക്രമണങ്ങളല്ല, ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായത്. ഈ ആക്രമണങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാൻ ബഹ്റിനും കഴിഞ്ഞിട്ടുണ്ട്. ഒമാനിൽ ഇന്നും ദുഃഖം തുറമുഖത്തിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ഈ ഡ്രോണിൽ ഒരെണ്ണം ഇന്ധന ടാങ്കിൽ പതിച്ചു. ഒരു ഡ്രോൺ തൊഴിലാളികൾക്കായി തയ്യാറാക്കിയിരുന്ന ഒരു മൊബൈൽ താമസ യൂണിറ്റിലും ഇടിച്ചു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഒമാനും വ്യക്തമാക്കുന്നത് ഈ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാ GCC രാജ്യങ്ങളും ഈ ആക്രമണങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഒരു സുരക്ഷിതമായ വ്യോമപാത തുറക്കുന്നു UAE എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. നാളത്തെ സർവീസുകളും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നൊരു വിവരം വരുന്നുണ്ട്. ഭാഗികമായ സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഒമാനിലേക്കുള്ള സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. അറിയിപ്പ് കിട്ടിയാൽ മാത്രം എയർപോർട്ടിൽ വരിക എന്നൊരു അറിയിപ്പ് ഇപ്പോൾ വിമാന കമ്പനികൾ നൽകുന്നുണ്ട്. GCC രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. അവ ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ സർവീസ് കമ്പനികളുടെ അറിയിപ്പുകൾ കൃത്യമായും നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എയർപോർട്ടിലേക്ക് എത്തുക.